നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. 2 ദിവസങ്ങളിലായിട്ട് സാൻഡോസിന് കളിയുള്ള ഘട്ടത്തിൽ 16 മണിക്കൂറുകൾ പോക്കർ കളിച്ചിരുന്നു നെയ്മർ പോക്കറിൽ. ഇത് പുതിയ വാർത്തയൊന്നുമല്ല. നമ്മുടെ നാട്ടിൽ ചീട്ടുകളിയുടെ വേറെ രൂപം പോക്കർ. അപ്പോൾ പോക്കർ ഗെയിമിൽ നെയ്മർക്കുള്ള താല്പര്യവും ഒരു പ്രൊഫഷണൽ പ്ലെയറായിട്ട് അതിൽ അദ്ദേഹം കളിക്കുന്നതൊക്കെ എല്ലാവർക്കും അറിയാം. പക്ഷെ ഇവിടെ ബ്രസീലിയൻ ഫുട്ബോൾ മാധ്യമങ്ങൾ ഇത് വലിയ ഇഷ്യൂ ആക്കി ഉയർത്തിക്കൊണ്ടുവരികയാണ്. കാരണം ക്രുസൈറോക്കെതിരെയുള്ള സാൻഡോസിൻ്റെ മത്സരത്തിൽ നെയ്മർ ജൂനിയർ വിശ്രമം എടുക്കുകയായിരുന്നല്ലോ. കോച്ച് അദ്ദേഹത്തെ കളിപ്പിച്ചില്ല. പക്ഷെ സാധാരണഗതിയിൽ അങ്ങനെ വിശ്രമം എടുക്കുന്ന താരങ്ങൾ അറ്റ്ലീസ്റ്റ് സ്ക്വാഡിനോടൊപ്പം ട്രാവൽ ചെയ്യുകയും സ്ക്വാഡിനോടൊപ്പം നിൽക്കുകയുമാണ് വേണ്ടത്. പക്ഷെ നെയ്മർ ആ സമയത്ത് ഫുട്ബോളല്ല, മറിച്ച് പോക്കറാണ് തൻ്റെ പ്രയോറിറ്റി എന്ന് കാണിച്ചു. അദ്ദേഹത്തിൻ്റെ പ്രയോറിറ്റിയുടെ കാര്യത്തിൽ സംശയങ്ങളുണ്ട് എന്നാണ് ഇപ്പോൾ ബ്രസീലിയൻ മാധ്യമങ്ങളുടെ റിപ്പോർട്ട്. അവരങ്ങനെയാണ് അതിനെ വിലയിരുത്തുന്നത്, അങ്ങനെയാണ് അവരതിനെ എതിർത്തുകൊണ്ട് ഇപ്പോൾ രംഗത്തേക്ക് വരുന്നത്. ലിയോ ഡയസിൻ്റെ റിപ്പോർട്ടിലേക്ക് നമ്മളൊന്ന് പോവുകയാണ്. അതിൽ അദ്ദേഹം കുറിക്കുന്നത് ഇങ്ങനെയാണ്. അതായത് വെള്ളിയാഴ്ച മുതൽ ഞായറാഴ്ച വരെയുള്ള സമയത്ത് 16 മണിക്കൂറുകൾ നെയ്മർ 2 സ്ട്രൈറ്റ് ഡേയ്സ് തുടർച്ചയായ 2 ദിവസങ്ങളിൽ പോക്കർ കളിച്ചുകൊണ്ടിരുന്നു. 10 നമ്പർ താരം ഒരിക്കൽ കൂടി ഒരുപാട് ചോദ്യശരങ്ങൾക്ക് മുന്നിലാണ്. അദ്ദേഹത്തിൻ്റെ ഡെഡിക്കേഷൻ എന്തിലാണ്? ഫുട്ബോളിലാണോ അതല്ല ഓൺലൈൻ പോക്കർ ടൂർണമെൻറ്റിലാണോ എന്നുള്ളതാണ് ചോദ്യം. പ്രത്യേകിച്ച് വർക്ക് ലോഡ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് സാൻഡോസ് അദ്ദേഹത്തിന് വിശ്രമം കൊടുക്കുമ്പോൾ അദ്ദേഹം അറ്റ്ലീസ്റ്റ് ടീമിനോടൊപ്പം ട്രാവൽ ചെയ്യുകയാണ് വേണ്ടിയിരുന്നത് എന്നാണ് നിരീക്ഷിക്കുന്നത്. മാത്രമല്ല, ഈ മാച്ച് നടക്കുന്നത് 4 മണിക്കാണ്. അന്ന് ഞായറാഴ്ച ബ്രസീലിയൻ സമയം 4 മണിക്കാണ് ഈ കളി നടക്കുന്നത്. നെയ്മർ 2:30 മുതൽ പോക്കർ കളിച്ചുകൊണ്ടിരിക്കുകയാണ്, നിർത്താതെ കളിയാണ്. ദെൻ അതാണ് ഞായറാഴ്ചയിലെ സംഭവം. വെള്ളിയാഴ്ചയിലോ നെയ്മർ അദ്ദേഹത്തിൻ്റെ ഫാമിലിക്കൊപ്പമായിരുന്നു. അതിനുശേഷം സാറ്റർഡേ അദ്ദേഹം ഓൺലൈനിൽ, അതായത് വെള്ളിയാഴ്ച ഫാമിലിക്കൊപ്പം കളിച്ചുകൊണ്ടിരുന്നു. ശനിയാഴ്ച ഓൺലൈനിൽ അദ്ദേഹം കളി തുടങ്ങി. ഉച്ചയ്ക്ക് 2:30 മുതൽ രാത്രി 10 മണി വരെ അദ്ദേഹം അതിൽ കളി തുടർന്നു. ദെൻ ഞായറാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് അദ്ദേഹം കളി ആരംഭിക്കുന്നു. എന്ന് പറഞ്ഞാൽ 2:30 മുതൽ കൃത്യമായി ടൂർണമെൻറ്റിൽ പങ്കെടുത്തു തുടങ്ങുന്നു. അത് രാത്രി 11 മണി വരെ നീണ്ടു നിൽക്കുകയും ചെയ്തു. എന്ന് പറഞ്ഞാൽ ഏതാണ്ട് പോക്കർ ടേബിളിൽ ഫാമിലിക്കൊപ്പം കളിച്ചതും അല്ലാതെ ഈ ഓൺലൈൻ ടൂർണമെൻറ്റ് കളിച്ചതുമായിട്ട് പോക്കർ ടേബിളിൽ 24 മണിക്കൂറാണ് ഈ വീക്കെൻഡിൽ നെയ്മർ ജൂനിയർ സ്പെൻഡ് ചെയ്തത്. ആദ്യം ഒരു ഇനീഷ്യൽ എൻട്രി ഫീ കൊടുക്കണം. അതിന് ബൈ ഇൻ എന്നാണ് പറയുക. ടൂർണമെൻറ്റിൽ അങ്ങനെയാണ് ജോയിൻ ചെയ്യേണ്ടത്. അത് $5000 മുകളിലൊരു സംഖ്യ കൊടുത്ത് കയറണം. പിന്നെ ടൂർണമെൻറ്റിൽ നിന്ന് പുറത്തായാലോ വീണ്ടും ആ പ്ലെയർക്ക് തിരികെ കയറാൻ പറ്റും. എന്ന് പറഞ്ഞാൽ ചിപ്സ് റീപർച്ചേസ് ചെയ്യണം. സോ അതിനെ റീ എൻട്രീസ് എന്ന് പറയാം. അപ്പോൾ ലഭ്യമാകുന്ന വിവരപ്രകാരം സാൻഡോസ് താരം 4 റീ എൻട്രികളെങ്കിലും സാറ്റർഡേ നടത്തുകയുണ്ട്. അതായത് പുറത്തതിന് ശേഷം വീണ്ടും 4 റീ എൻട്രികളെങ്കിലും നടത്തി ആ രാത്രി മുഴുവനും അതിൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നു. ഏതാണ്ട് ഒരു 9 മണിയാകുമ്പോൾ അദ്ദേഹത്തിൻ്റെ ചിപ്സ് എല്ലാം അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു. വീണ്ടും കോമ്പറ്റീഷനിലേക്ക് പുതിയൊരു എൻട്രി നടത്തുകയായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ബിഹൈൻഡ് ദി സീനിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഈ എപ്പിസോഡ് നെയ്മർ ജൂനിയറുടെ ട്രൂ പ്രയോറിറ്റീസ് എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് ചോദ്യം ഉയർത്തുകയാണ്. ഇപ്പോൾ ഒഫീഷ്യൽ ജസ്റ്റിഫിക്കേഷൻ ഫിസിക്കൽ പ്രിസർവേഷൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹത്തെ കളിപ്പിക്കാത്തത് എന്ന് പറയുമ്പോഴും എക്സ്പെക്റ്റേഷൻ എന്താണെന്ന് വെച്ചാൽ നെയ്മർ ജൂനിയർ ടീമിനോടൊപ്പം അറ്റ്ലീസ്റ്റ് ട്രാവൽ ചെയ്യണമായിരുന്നു, ഡെലിഗേഷനെ അക്കമ്പനി ചെയ്യണമായിരുന്നു, സ്ക്വാഡിനോടൊപ്പം നിൽക്കണമായിരുന്നു. അത് ചെയ്യാതെ പോക്കറിന് പ്രാധാന്യം കൊടുക്കുന്ന നെയ്മറെയാണ് കണ്ടത്. ഇത് തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ കമ്മിറ്റ്മെൻറ്റിനെ കുറിച്ച് ക്വസ്റ്റ്യൻ ഉയർത്തുന്നു എന്നാണ് ഇപ്പോൾ ബ്രസീലിയൻ ഫുട്ബോൾ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്ന ലിയോ ഡയസിൻ്റെ റിപ്പോർട്ടിൽ അത് കൃത്യമായിട്ട് ക്വസ്റ്റ്യൻ ചെയ്യുന്നുമുണ്ട്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.